ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ രാജ്യാന്തര കണ്ണികളും കേരളത്തിൽ നിന്ന് സിം കാർഡുകൾ ചൈനയിലേക്ക് എത്തിക്കുന്നു. തട്ടിപ്പിനായി വിദ്യാർത്ഥികളെ കൊണ്ട് സിം കാർഡുകൾ എടുപ്പിച്ച ഏജന്റുമാർ വഴി വിദേശങ്ങളിലേക്ക് എത്തിക്കുകയാണ്. 1 ലക്ഷത്തിലധികം സിം കാർഡുകൾ ഇത്തരത്തിൽ രാജ്യാന്തര തട്ടിപ്പ് സംഘങ്ങളിലേക്ക് എത്തിയതായും EDയുടെ കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് ഇത്. ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ രാജ്യാന്തര കണ്ണികൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം കേരളത്തിൽ നിന്ന് സിം കാർഡുകൾ ചൈനയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണല്ലേ? നീൽ, അങ്ങനെ തന്നെയാണ്. ഇത് തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലായി നടന്ന തട്ടിപ്പിന് ഇരയായവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ തന്നെയാണ് EDയും അന്വേഷണം നടത്തുന്നത്. EDയുടെ അന്വേഷണത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരം കണ്ടെത്തുന്നത്. 1 ലക്ഷത്തിലധികം സിം കാർഡുകൾ മലയാളികളായ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുഖാന്തരം ചൈനയിലേക്ക് കടത്തിയതാണ്. ഇത് മറ്റ് രാജ്യങ്ങളിലേക്കും കടത്തിയിട്ടുണ്ടെന്നതാണ് കണ്ടെത്തൽ. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ സിം കാർഡുകൾ കടത്തിയിരിക്കുന്നത് ചൈനയിലേക്കാണ്. ആ രീതി അപ്പോൾ രാജ്യാന്തര ബന്ധമാണ് ഈ തട്ടിപ്പിനുള്ളതെന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ED ഇതിന് കൂടുതൽ ഗൗരവം നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ഏറ്റവും പ്രശസ്തമായ ട്രേഡിംഗ് കമ്പനികളുടെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അവർ അമിതമായ ലാഭം വാഗ്ദാനം ചെയ്യുന്നു. ഇതിൽ വീണ് പണം നിക്ഷേപിക്കുകയും അങ്ങനെ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യുന്നവരാണ് മിക്കവരും. ഇതോടൊപ്പം തന്നെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നതിന് വേണ്ടിയും വിദ്യാർത്ഥികളുടെ ആധാർ രേഖകളും മേൽവിലാസവും മറ്റും ഉപയോഗപ്പെടുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ്. ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. എന്തു തന്നെയായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സാധാരണക്കാരായ നമ്മുടെ നാട്ടുകാർ ഇത്തരം തട്ടിപ്പിന് ഇരയാവാതിരിക്കുക, നേരിട്ടുള്ള സ്ഥാപനങ്ങളുമായി ഇത് പരമാവധി ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതില്ലെങ്കിൽ വ്യാജമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. വ്യാജ ട്രേഡിംഗ് കമ്പനികൾ നിരവധിയാണുള്ളത്. ഇത്തരം പരാതികൾ ഏറി വരുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. ഷെയർ മാർക്കറ്റുമായും മറ്റും ബന്ധപ്പെട്ട ഇടപാടുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തട്ടിപ്പുകളും വർദ്ധിക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ രാജ്യാന്തര ബന്ധമുണ്ടെന്ന കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ EDയുടെ ശേഖരിച്ചിരിക്കുന്ന ഈ വിവരങ്ങളിലൂടെ പുറത്തു വരുന്നതും. നിഖിൽ.